നമ്മുടെ മന്ത്രിമാരല്ല ഇവിടുത്തെ ഭരണം ശരിക്കും ഇവിടെ നടത്തുന്നത്. ഈ ഭരണം പൂർണ്ണമായിട്ടും ഭരണത്തിന്റെ താക്കോല് ഇവിടുത്തെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് എന്ന് പറയുന്ന IAS-കാരുടെയും നമ്മുടെ മറ്റുള്ള സേനയുടെ ചാർജ് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥരുടെയും കയ്യിൽ തന്നെയാണ്. ഇവരെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു അതിന്റെ മുകളിലുള്ള ഒരു കുറച്ചാളായി മാറുന്നേ ഉള്ളൂ രാഷ്ട്രീയക്കാരൻ. അത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന രാഷ്ട്രീയക്കാരൻ ഇവരെ അവരുടെ മുകളിൽ നിന്ന് ഭരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ ഈ ബുദ്ധിയുള്ളവരുടെ നിർദ്ദേശങ്ങൾ കേട്ടിട്ടാണ് ഭരണം നടത്തുക. പലപ്പോഴും ഈ ബുദ്ധിയുള്ള IAS-കാരന്റെയും IPS-കാരന്റെയും വാക്കുകൾ കേൾക്കാൻ തയ്യാറാവാതെ, ഈ ബുദ്ധി ഇല്ലാത്ത ആളെന്ന് ഞാൻ പറയില്ല, രാഷ്ട്രീയക്കാരനാണെന്ന് ഏറ്റവും ബുദ്ധിയുള്ള ആളെന്നാണ് പൊതുവെ പറയുന്ന ഒരു വാചകങ്ങൾ. ഓക്കെ, എന്തു തന്നെ ആയാലും ഈ IAS-കാരുടെയും ഈ IPS-കാരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു നീക്കമാണ് ഒരു നല്ല ഭരണത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് സംഭവിക്കാറില്ല. ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു IAS-കാരനായിരിക്കും. അദ്ദേഹമാണ് ശരിയായ ആ സംസ്ഥാനത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആ ഫണ്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതിലുള്ള അഭിപ്രായമാണ് ധനകാര്യമന്ത്രി പറയുന്നുള്ളൂ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ. അതിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയേ ചെയ്യുകയുള്ളൂ. പൂർണ്ണമായിട്ടും പ്ലാനിംഗ് ബോർഡാണ് ഇവിടെ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ കാര്യനിർവഹണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് IAS-കാർ തന്നെയാണ്. അങ്ങനെ ഓരോ ജില്ലയുടെ ഭരണം ജില്ലാ കളക്ടറാണ്. അങ്ങനെ ഓരോതിന്റെയും കൺട്രോള് ഇവിടെ IAS-കാരുടെ കയ്യിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.